ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അജ്മാൻ മ്യൂസിയത്തിലാണ്. ഇവിടെ ഒന്ന് വന്ന് കയറി ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. വളരെ നല്ല സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കാരണം ഭയങ്കര ബഹളവും അങ്ങനെയൊന്നുമില്ല. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഉണ്ട്. ഇനി അകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഈ പണ്ട് കാലത്തുള്ള ഈ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന പെട്ടിയില്ലേ, അതാന്ന് തോന്നുന്നത്. ഇതിനകത്ത് എന്തുവാണോ എന്തോ പൂട്ടിയിട്ട് അല്ല തുറന്ന് വെക്കണേ. തുറക്കുന്നില്ല, തുറക്കാനൊന്നും പാടില്ലായിരിക്കും, അറിയില്ല. നല്ല ഭാരമുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. ഇത് ഒരു ഇടനാഴി പോലെയുള്ള വഴിയാ. എന്നിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഒരു ചെറിയ രണ്ടുപേർക്ക് കഷ്ടിച്ച് പോകാം. അതിലെ കൂടെ ആണ് മേലോട്ട് പോകുന്നത്. ഇത് കണ്ട, ഈ പഴയകാല ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ തരുന്നത്. അന്നേരം നോക്കിയാൽ നിറയെ തോക്കുകൾ, പണ്ട് കാലത്തുള്ള തോക്കുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു അറബിക് സോങ് ഉണ്ട്. അത് എന്നാ ഒരു ഫീലാ, നല്ലൊരു വൈബാണ് ഇവിടെ. കണ്ടോ, ഭയങ്കര തിരക്കൊന്നുമില്ല. ഒരു മ്യൂസിക്കും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഇതും, ഒരു ശരിക്കും ഒരു പഴയ കാലത്തേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഫീലാണ് ഇവിടെ. ഒത്തിരി ഇഷ്ടമായി എനിക്കിവിടെ വന്നിട്ട്. ഒരു പഴയ കാലത്തെ ഒരു ഫാമിലിയെ സൂചിപ്പിക്കുന്ന ഒരിതാണ്. കണ്ട, ഒരു അമ്മയുണ്ട്, കുട്ടിയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ കട്ടില്, കുഞ്ഞിനെ ഉറക്കുന്ന ഒരു ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, നമുക്കത് ഇവിടെ ക്ലോസ്ഡ് ആണ്. പക്ഷെ ഒരു നല്ല രസമുണ്ട്. ഒരു ചെറിയ ഒരു കുടുംബത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ. ഇത് കണ്ട, ഇത് ഒരു പണ്ട് കാലത്തെ ഒരു കിച്ചണെ സൂചിപ്പിക്കുന്നതാണ്. നോക്കിക്കേ, ഒരു ഉമ്മയിരുന്ന് ചപ്പാത്തിയോ കുബൂസ് ചുടുന്ന ഒരു ഇതാണ് ഇവിടെ. അത് ആ പാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിലും നോക്കൂ, ഒരുപാട് പഴയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു തരത്തിലാണ്. ഇത് നോക്കിക്കേ, ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഇങ്ങനെ, എന്താ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഈ സൊറ പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഫസ്റ്റ് ചെറിയൊരു ഫാമിലിയെ കണ്ടല്ലോ, അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും ഇത് ഒറിജിനൽ ആയിരിക്കും എന്നാ വിചാരിച്ചത്. നോക്കിക്കേ, ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ കളിമൺ പാത്രങ്ങളുണ്ടല്ലോ, അതുപോലത്തെ പാത്രങ്ങളൊക്കെയാണ്, ഇങ്ങനെ പോട്ടുകൾ, ഇങ്ങനെ കുടങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇത് കണ്ടോ, പഴയ കാലത്തെ ഈ ഖുറാൻ്റെയൊക്കെ ഇതുണ്ടല്ലോ, ഖുറാൻ എഴുതിയിരിക്കുന്ന ആ ഒരു പഴയ കോപ്പിയാണ്, അതിൻ്റെ ഒറിജിനലൊക്കെയായി ഇവിടെ ഇരിക്കുന്നത്. ഒരുപാടുണ്ട് അങ്ങനെ ഓരോ യാത്രാ വിവരണങ്ങളും കവിതകൾ, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, ഇത് ഈ കാണുന്നത് പിന്നെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ ബ്രിട്ടനുമായിട്ടുള്ള എഗ്രിമെൻ്റ് ആണിത്. അതുപോലെ തന്നെ ഈ കാണുന്നത് കപ്പൽ ഗതാഗതത്തിനെ കുറിച്ച് സംബന്ധിക്കുന്ന ബുക്കുകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഒരു പോലീസിന്റെ ഏരിയയിലാണ്. ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എന്താ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വയർലെസ് ഫോണുകൾ, പിന്നെ റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പഴയ കാലത്തെ ഈ പോലീസുകാരൊക്കെയാണ്. നോക്കിക്ക്, തോക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പോലീസ്മാനെ ഞാൻ ആ ഡോറ് തുറന്നു വന്നു കണ്ടപ്പോൾ ആളെയാണ് ഞാൻ ആദ്യം കണ്ടത്. പെട്ടെന്ന് ഞാനിങ്ങനെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ശരിക്കും പറയാണ്ടല്ലോ, ഇത് കണ്ട ഭയങ്കര ഒറിജിനാലിറ്റിയാ. ഒരാളിങ്ങനെ നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡോൺ ടച്ച് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാതെ ചെന്ന് ഞാൻ ടച്ച് ചെയ്യുകയും ചെയ്തു. ഈ കാണുന്നത് ഈ പഴയ കാലത്തെ ഇങ്ങനെ കോടതി വിധിയില്ലേ, അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. കണ്ട,
ഈ നമ്മൾ കുറ്റക്കാരെ വിധിക്കുന്നതും അങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ്. പണ്ടത്തെ വക്കീലന്മാരെ പോലെ ഇങ്ങനെ ഈ കോട്ടും ഫ്രൂട്ടും അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ ആ ഒരു നോക്കിയാൽ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ആളുകൾ തന്നെ ഇരിക്കുന്ന പോലെ തന്നെയുണ്ട്. ഈ കാണുന്നതൊക്കെ കണ്ടോ, ഈ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന പിസ്റ്റളും കാര്യങ്ങളൊക്കെ, ഈ പോലീസ് ഫോഴ്സിൻ്റെ ഇതായിട്ടുള്ള. പിന്നെ നോക്ക്, ഇതൊക്കെ എന്തോന്ന് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല. നോക്കിക്കേ, കണ്ട, ഇത് വിലങ്ങുകളൊക്കെ ഉണ്ട് പണ്ടത്തെ. കണ്ടോ, ഇങ്ങനെ ഈ കാലയിലൊക്കെ ഇങ്ങനെ ഇട്ട് പൂട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കണ്ട, വിലങ്ങുകളൊക്കെ നോക്കിയത് കയ്യിലിടുന്ന ഇത്, അത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇതും പണ്ടത്തെ ഇതുമായിട്ട് നോക്കിക്കേ. കണ്ടോ, പണ്ട് കാലത്തെ ഈ പോലീസുകാരൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന ഇതാണ്. അവരുടെ ഈ ബെൽറ്റ്, തൊപ്പികള്, പിന്നെ തോക്കുകള്, അവരുപയോഗിച്ചിരുന്ന എന്തോ ലാത്തി, അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. മറ്റേ കണ്ടോ, സംഭവങ്ങളൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഇത് കഴിഞ്ഞു വരുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചെറിയൊരു ഇടനാഴി പോലെ ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി ഇവിടെ. ഈ കാണുന്നത് പണ്ടത്തെ സുൽത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 1960 മോഡലായ ലാൻഡ് റോവറാണ്. എന്നൊക്കെ ഇപ്പോഴും ഒരു കേടുപാടും ഇല്ലാതെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്താ, ഹോണൊക്കെ ആണെങ്കിലും നോക്കിക്കേ, പണ്ടത്തെ കാലത്തെ സൂചിപ്പിക്കും വിധമാണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് കാണാനുണ്ട്. കാരണം ഇത് സെപ്പറേറ്റ് മുറികളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലായിടവും കയറി കാണാൻ പറ്റില്ല. കാരണം കുറേ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായിപ്പോയി. കാരണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്, അപ്പോൾ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് വന്ന് പിന്നെ ഇവിടെ കുറച്ച് കണ്ടപ്പോൾ പിന്നെ ക്ഷീണമായി. അത് കാരണം ഇനി ബാക്കി ഇതിൻ്റെ ഷൂട്ട് നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.